വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ കഥകളി രൂപത്തിൽ അരങ്ങിലെത്തിയപ്പോൾ കഥകളി ആസ്വാദകർക്ക് നവ്യാനുഭവമായി. ഫാക്ട് മോഹൻ ഒഥല്ലോയായും, മധു വാരണാസി ഡെസ്ഡിമോണയായും, കലാമണ്ഡലം പ്രശാന്ത് ഇയാഗോ ആയും അരങ്ങിലെത്തി. വിവാഹാനന്തരം ഒഥല്ലോയും ഡെസ്ഡിമോണയുമായുള്ള പ്രണയ സല്ലാപത്തോടെയാണ് ആദ്യ രംഗം തുടങ്ങുന്നത്. കാസിയോയുടെ സമക്ഷം തൻ്റെ പ്രണയ സമ്മാനം കണ്ട ഒഥല്ലോ ഭാര്യയെ തെറ്റിദ്ധരിക്കുന്നതുൾപ്പെടെയുള്ള രംഗങ്ങൾ ആസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അനുവാചകനെ കൊണ്ടുചെല്ലുന്നതായി. ഇയാഗോ എമിലിയയെ വധിക്കുന്നതും കുറ്റബോധത്താൽ ഒഥല്ലോയുടെ മരണവും രംഗഭാഷയെ മനോഹാരിതമാക്കി. വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ നാടകത്തിന്റെ കഥകളി ആവിഷ്കാരം കഥകളി പ്രേമികൾക്ക് നവ്യാനുഭവമായി. മാവേലിക്കര കഥകളി ആസ്വാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഒഥല്ലോയുടെ കഥകളി ആവിഷ്കാരം അരങ്ങേറിയത്. 4 രംഗങ്ങളിലായാണ് ഒഥല്ലോ അരങ്ങിലെത്തിയത്. വിവാഹാനന്തരം ഒഥല്ലോയും ഡെസ്ഡിമോണയും തമ്മിലുള്ള പ്രണയസല്ലാപവും പ്രണയ സമ്മാനമായ വസ്ത്രം കൈമാറുന്നതുമാണ് ആദ്യ രംഗത്തിൽ. ഇയാഗോ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഥല്ലോ വന്ന വാർത്തയറിയുന്നതും പ്രഥമ സേനാനായകനായ ഒഥല്ലോയുടെ വളർച്ചയിൽ അസൂയാലുവായ ഇയാഗോ ഒഥല്ലോയെ നശിപ്പിക്കാൻ ഡെസ്ഡിമോണയെ കാമിക്കുന്ന റോഡ്രിഗോയെ കൂട്ടുപിടിക്കുന്നതുമായ രണ്ടാം രംഗം ആസ്വാദകരെ ഏറെ ആകർഷിച്ചു. കാസിയോ ഡെസ്ഡിമോണയുടെ അടുത്തെത്തി തന്നെ തിരികെ സേനയിലെടുക്കുന്നതിന് ഒഥല്ലോയോട് ശുപാർശ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നതും ഡെസ്ഡിമോണ അത് സമ്മതിക്കുന്നതും ഇയാഗോയുടെ ഭാര്യ എമിലിയ ഒഥല്ലോ ഡെസ്ഡിമോണയ്ക്ക് നൽകിയ പ്രണയ സമ്മാനം അപഹരിച്ച് ഭർത്താവിന് നൽകുന്നതുമായ ഭാഗമാണ് 3-ാം രംഗത്തിലുള്ളത്. നാലാമത്തെ രംഗത്തിൽ ഡെസ്ഡിമോണയെ ഒഥല്ലോ അവഹേളിക്കുന്നതും എമിലിയ പ്രണയ സമ്മാനം മോഷ്ടിച്ച ചരിത്രം ഒഥല്ലോയെ അറിയിക്കുന്നതും ഇയാഗോ എമിലിയയെ വധിക്കുന്നതുമായ ഭാഗമാണ് 4-ാമതായുള്ളത്. ചതി തിരിച്ചറിഞ്ഞ ഒഥല്ലോ ഇയാഗോയെ അംഗഭംഗം വരുത്തുന്നതും കുറ്റബോധത്താൽ മനസ്സ് തകർന്ന് ഒഥല്ലോ സ്വയം മരണം വരിക്കുന്നതുമായ രംഗങ്ങൾ ഏറെ ഭാവപൂർണമായി അവതരിപ്പിച്ചു. മാവേലിക്കര കഥകളി ആസ്വാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കഥകളി അരങ്ങേറിയത്. മധു വാരണാസിയാണ് ഒഥല്ലോയെ കഥകളി രൂപത്തിലാക്കിയത്. മധു വാരണാസി തന്നെ ഡെസ്ഡിമോണയായി വേഷമിടുകയും ചെയ്തു. ഫാക്ട് മോഹൻ ഒഥല്ലോയായും, കലാമണ്ഡലം പ്രശാന്ത് ഇയാഗോയായും, കലാമണ്ഡലം അരുൺ എമിലിയയായും, കലാമണ്ഡലം നിധിൻ ബാലചന്ദ്രൻ റോഡ്രിഗോയായും, കലാമണ്ഡലം വിശാഖ് കാസിയോ ആയും രംഗത്തെത്തി. ഏവൂർ കണ്ണമ്പള്ളിൽ കഥകളി യോഗമാണ് കഥകളി രംഗത്ത് എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.